പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മംഗളവാർത്ത കാലത്തിന്റെ ഒന്നാമത്തെ ആഴ്ചയിലെ ഈ ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെ വാക്യങ്ങൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. സഖറിയായിക്ക് ദേവാലയത്തിൽ വച്ച് ദർശനമുണ്ടായതിന്റെ സമാപന ഭാഗമാണ് ഈ സുവിശേഷം. ദൂതനോട് സംസാരിച്ചതിന് ശേഷം സഖറിയായിക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഇവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. സഖറിയായിക്ക് ഒരു അടയാളം എന്ന രീതിയിലോ ശിക്ഷ എന്ന രീതിയിലോ അവന്റെ സംസാരശേഷി എടുത്തു മാറ്റപ്പെട്ടത് 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നു. ഒന്ന്, വാർദ്ധക്യത്തിലേക്ക് എത്തിയ പ്രായമുള്ള ഒരു വ്യക്തി, ഒരു യഥാർത്ഥ യഹൂദൻ, പുരോഹിത ഗണത്തിൽപ്പെട്ടിരുന്ന അദ്ദേഹം സ്വാഭാവികമായും പഴയ നിയമ സംഭവങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞിരുന്ന അദ്ദേഹം സംശയ മനസ്സോടെ ദൂതൻ പറഞ്ഞ കാര്യത്തെ കണ്ടതുകൊണ്ട് ഒരു ചെറിയ ശിക്ഷയായിട്ട്, അത് ദൂതൻ പറഞ്ഞതുകൊണ്ട് തന്നെ വിശ്വസിക്കേണ്ടതാണ്, അദ്ദേഹത്തിന് അത്രയും പ്രായമുണ്ട്, അദ്ദേഹത്തിന് പുരോഹിതൻ എന്ന നിലയിൽ കൂടുതൽ വേദ അറിവുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഇരിക്കെ തന്നെ അദ്ദേഹം അത് വിശ്വസിക്കാതെ സംശയത്തോടെ ചോദിച്ചത് ഒരുപക്ഷെ ദൈവത്തെ വിഷമിപ്പിച്ചിരിക്കാം. അതുകൊണ്ട് ഒരു ചെറിയ താക്കീത ശിക്ഷ എന്ന നിലയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. രണ്ടാമതൊരു ചിന്ത നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതെവിടെ നിന്ന് ഈ സംശയം ചോദിച്ചു, ദൂതനോട് സംസാരിച്ചു എന്നുള്ളതാണ്. സഖറിയ ദേവാലയത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതും. ദേവാലയത്തിൽ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് നടന്ന ഒരു കാര്യം, അത് വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്ന സഖറിയ ഒരുപക്ഷെ ശിക്ഷ വിധിക്കപ്പെട്ടു. മറിയവും ഇതേപോലെ ഒരു സംശയമാണ് ചോദിക്കുന്നത്. പക്ഷെ മറിയം വീട്ടിലായിരുന്നു. മറിയം അവളുടെ ജോലി സ്ഥലത്ത് വീട്ടിലായിരുന്നപ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. മാത്രമല്ല, അവളൊരു 14-15 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയുമായിരുന്നു. അവൾക്ക് യഹൂദ പാരമ്പര്യങ്ങളുടെ വലിയ ലെഗസിയെ കുറിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതലായി ഗ്രഹിക്കാനുള്ള പ്രായമോ ഒന്നും മറിയത്തിനായിരുന്നില്ല. സഖറിയായിക്ക് നല്ല പ്രായവും അനുഭവജ്ഞാനവും ദീർഘനാള് തിരുവചനം വായിച്ച അറിവും ഉണ്ടായിരുന്നു. മാത്രമല്ല, അതിലും പ്രധാനമായി അദ്ദേഹം നിന്നിരുന്നത് ദേവാലയത്തിലാണ്, ദൈവത്തിന്റെ മുമ്പിലാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവം പറഞ്ഞ വാക്കുകളെ സംശയിച്ചപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. നമുക്ക് ആത്മശോധന ചെയ്യാം. ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും പ്രത്യേകിച്ച് നമ്മൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം കേട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തെ സംശയിക്കുന്നുണ്ടോ, അതോ ദൈവം നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തെ വിശ്വസിക്കാതെ വരുമ്പോൾ അത് ദൈവത്തിൽ യഥാർത്ഥമായ സ്നേഹമില്ല, ആശ്രയത്വമില്ല എന്നതിന്റെ തെളിവായ ഒരുപക്ഷെ ദൈവം കണക്കാക്കും. ഈ ക്രിസ്മസ് കാലത്ത് ദൈവത്തെ കൂടുതലായി വിശ്വസിക്കാൻ, ആശ്രയിക്കാൻ, ദേവാലയത്തിലായിരിക്കുമ്പോൾ കൂടുതൽ ഏകാഗ്രതയോടെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ, അവിടെ ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപടി ഹൃദയത്തിൽ വിശ്വസിക്കാനും സ്വീകരിക്കാനുമുള്ള വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ അനുഗ്രഹീത ക്രിസ്മസ് കാലത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ ദേവാലയത്തിൽ വന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അങ്ങ് നൽകുന്ന ആശ്വാസത്തിന് നന്ദി പറയുന്നു. ആശ്വാസം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാനും അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുവാനുമുള്ള അനുഗ്രഹം, അങ്ങനെ അങ്ങയിൽ കൂടുതൽ വിശ്വസിച്ച് ആശ്രയിക്കാനുള്ള അനുഗ്രഹം ഈ ക്രിസ്മസ് കാലത്ത് ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.